നമ്മളിന്ന് ആക്ച്വലി ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഡേ ട്രിപ്പിൻ്റെ മോക്കെ വരുന്നതാണ്. ഓക്കെ, ക്യാമറയൊക്കെ പോയി. ഹലോ ഹലോ ഇവിടെ വീഡിയോ ഒന്ന് പിടിക്കണം. വാ ഞാൻ പിടിച്ചു. Ring ding 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 ding. It's crazy fog right now. Hi. Hi. This is puppy food. We're going with our family friend. Yeah, we did. We're going with our old neighbors. And Dad, where are we going? No, tell us. It starts with M, but I forgot the name. Macedon? Oh, Macedon. Yeah, I knew. Mount Macedon. It's a mountain? Yeah, there's a mountain. and Kyneton. Wait, what's China? No, China. It's Kyneton. Very nice. Alright, ഡോറൊക്കെ നമ്മൾ ലോക്ക് ചെയ്തല്ലോ. ഇത് മോക്കയുടെ തിങ്സ് ആണ് ബാസ്ക്കറ്റിനകത്ത് ഇരിക്കുന്നത് അല്ലേ? She's so tiny. She has a cat harnessed. So when we went to the cat shop, Not to the cat shop, to the pet shop. the pet shop, we were looking at harnesses, but Mocha's too tiny for the dog harness, so she's having a cat harness. നമ്മൾ ഏത് വണ്ടിക്കാണ് പോണേ ചായ? എൻ്റെ വണ്ടി എടുക്കണില്ലേ? ഓക്കെ, അപ്പം നമ്മളിന്ന് പോകുന്നത് ഇതാണ്, ചായൻ്റെ വണ്ടിയാണ്. ചായൻ്റെ ബജാറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് മോക്കയുടെ തിങ്സാണ് ജോക്കൂട്ടിന് എടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. ജോർജിക്കുട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ജോർജിക്കുട്ടന് ലേണേഴ്സ് പെർമിറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എസ്തറും നോക്കയും ഇവിടെ സെറ്റായിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴികളാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളുടെ തുടക്കത്തിലുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തത്. നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ജോക്കുട്ടനാണ് ഡീസൽ അടിക്കാൻ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലത്തേക്കാളും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ചെയ്തോളണം. അവർ ക്യാഷ് കൗണ്ടറിൽ പോയി നമ്മൾ പേ ചെയ്യാൻ നിൽക്കുന്നിടത്ത് മാത്രമാണ് ഒരാളുള്ളൂ. എസ്തേറും മോക്കയും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡീസലെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് നമ്മുടെ ട്രിപ്പ്. നമ്മുടെ ഫ്രണ്ടിനോട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും അവിടെ വരും. അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ യാത്ര തുടരും. അപ്പം മോക്കെ ഒരു ലോങ് ജേർണി മോക്കയുടെ കൂടെ പോകുന്ന ഒരു ഫസ്റ്റ് ടൈമാണ്. നമ്മൾ പോയിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ ഒരു ഫുൾ ഡേ ട്രിപ്പ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മോക്കയ്ക്ക് വണ്ടിയിലിരിക്കുമ്പോൾ വണ്ടി നിർത്തുമ്പോഴൊക്കെ ഒരു കരച്ചിലൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആക്ച്വലി വോയിസ് ഓവർ ചെയ്തത്. ഞാൻ മറ്റേ വോയിസ് കട്ട് ചെയ്തത്. അപ്പം മോക്ക എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് മോക്ക ഒന്ന് എൻജോയ് ചെയ്യുന്നു. നമ്മൾ സിറ്റിയിലൂടെ പോകുന്ന സമയത്താണ്. ആക്ച്വലി ഞാൻ തിരിച്ച് വന്നപ്പം ആ ഒരു നൈറ്റിലെ സിറ്റി ലൈറ്റൊക്കെ എടുക്കണമെന്ന് ഓർത്ത്, പക്ഷേ അത് വിട്ടുപോയി. എസ്തേർ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ ഒന്ന് ചായച്ചിട്ട് ഒന്ന് കിടക്കുവാണ്. പക്ഷേ എന്നാലും അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ജോക്കുട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. അവന് ഫുൾ ലൈസൻസ് ആയിട്ടില്ല, എന്നാലും നമുക്കതൊക്കെ വെച്ചുകൊണ്ട് ലേണേഴ്സ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഓടിക്കാം അണ്ടർ സൂപ്പർവിഷൻ. അപ്പോൾ നമ്മൾ സിറ്റിയിൽ കൂടെ പോകുന്ന ഒരു യാത്രയാണ്. ഇന്ന് ആക്ച്വലി നമുക്കിവിടെ പബ്ലിക് ഹോളിഡേ ആണ് കേട്ടോ. അത് കിങ്സ് ബർത്ത്ഡേയുടെ പബ്ലിക് ഹോളിഡേ ആണ്. നേരത്തെ ഇത് ക്യൂൻസ് ബർത്ത്ഡേ എന്നാണ് അറിയപ്പെട്ടത്. നമ്മുടെ ക്യൂൻ എലിസബത്തിൻ്റെ ആക്ച്വലി ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ദിവസം മെൽബണിൽ പബ്ലിക് ഹോളിഡേ ആണ് അവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇപ്പം ക്യൂനില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കിങ്സ് ബർത്ത്ഡേ ആണ്. ഇതിൻ്റെ ഒരു ഫണ്ണി തിങ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. ഈ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലും ഹോളിഡേ ഉണ്ട്, പക്ഷേ പല സ്റ്റേറ്റിലും പല ഡേറ്റിലാണ് ഈ ബർത്ത്ഡേ വരുന്നത്. ഇപ്പം മെൽബണിന് ഇന്നാണ്.
അതുകൊണ്ട് നമുക്കൊരു ഹോളിഡേ, മെൽബണിൽ ഒത്തിരി ഹോളിഡേയ്സൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ നമുക്കതുകൊണ്ടൊന്ന് ഡ്യൂട്ടിക്കൊന്നും പോകണ്ട, ഓഫാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്കൊരു ഓഫ് കിട്ടാൻ നോക്കിയിരിക്കും നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട്. ഇതൊരു ഡ്രൈവാണ്, പിള്ളേർക്കും സ്കൂളൊന്നും ഇല്ലാത്ത കാരണം. ഇത് ആക്ച്വലി ഒരു ലോങ് വീക്കെൻഡായിരുന്നു. സാറ്റർഡേ സൺഡേ മൺഡേ 3 ദിവസം ഉണ്ടല്ലോ. ആക്ച്വലി നമ്മൾ വീക്കെൻഡ് നമുക്ക് തിരക്കായിരുന്നു വേറെ പല കാരണങ്ങൾ കൊണ്ട്. അത് കാരണം നമ്മുടെ ട്രിപ്പൊക്കെ മൺഡേ ആയിട്ട് മാറ്റി വെച്ചു. അങ്ങനെ സിറ്റിയിലൂടെ പോകുന്ന യാത്രയാണ്. ഇപ്പോൾ വണ്ടിയിൽ വെച്ച് അങ്ങനെ എടുക്കുമ്പം അതത്ര അങ്ങ് നന്നായിട്ട് വരില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 100-ലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത്രയും സ്പീഡിൽ പോകുമ്പം നമുക്ക് നന്നായിട്ട് നല്ലൊരു വീഡിയോ കവറേജ് കിട്ടില്ല. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് മാതിരി ഞാനങ്ങ് എടുത്തു. അങ്ങനെ എസ്തർ ഒത്തിരി എക്സൈറ്റഡാണ് എസ്തറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ വീഡിയോ എസ്തർ എടുത്താണ്. എന്നോട് പറഞ്ഞു, അമ്മയുടെ വീഡിയോ ഇല്ലല്ലോ, അമ്മയല്ലേ എപ്പോഴും വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് എസ്തർ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ മേടിച്ച് വീഡിയോ എടുത്താണത്. അങ്ങനെ നമുക്ക് കാണാം നല്ല ആകാശമൊക്കെ. സിറ്റി ക്രോസ് ചെയ്ത് ജോർജ് നേരത്തെ ഓടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് വ്യൂയിങ് ഏരിയ ആണിത്. അവിടെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് എത്തി, ഫാമിലി എത്തി. അപ്പം അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ചർച്ചിൻ്റെ ഇത് കണ്ട, ഒരു ചർച്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ്. ഇതൊരു പഴയ ഒരു പള്ളിയാണ്, അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. അത്ര അങ്ങോട്ട് വീഡിയോ കിട്ടിയില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു ഐസ്ക്രീം വിൽക്കുന്ന ഒരു വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു എയർക്രാഫ്റ്റ് വ്യൂയിങ് ഏരിയ ആയത് കാരണം തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ വരും. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ആക്ച്വലി പ്ലെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1-2 വീഡിയോ ഒക്കെ എടുത്തു. എസ്തർ ഫ്രണ്ടിനെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ അവർക്ക് കളിക്കാനായിട്ട് റയറായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം അവർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ തലയുടെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു പ്ലെയിൻ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ്. പ്ലെയിനിൽ കയറിയിരിക്കാനൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഈ പൊങ്ങുന്നതും പറക്കുന്നതൊക്കെ കാണുന്ന ഒരു കൗതുകമാണല്ലോ. അതുകൊണ്ട് ചുമ്മാ എടുത്താണ് വീഡിയോ. നല്ല നീലാകാശത്തൂടെ കുറേ പ്ലെയിനുകൾ ഇങ്ങനെ പോയി. ഞാൻ ആക്ച്വലി 1-2 വീഡിയോ എടുത്തായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ ജോക്കുട്ടൻ ഇങ്ങനെ സൈറ്റിനകത്ത് നോക്കിയത് ഏത് ഫ്ലൈറ്റാണ്, എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ പല വണ്ടികളിങ്ങനെ വന്ന് കിടപ്പുണ്ട്, ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഇസക്കുട്ടിയാണ്. ഇസയ്ക്ക് മോക്കേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോക്കേനെ കാണാൻ വേണ്ടി ഇസക്കുട്ടി വരികയാണ്. മോക്കയും എക്സൈറ്റ്മെൻറ്റിൽ ചാടുന്നുണ്ട്. മോക്കയ്ക്ക് ഇങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഫ്ലൈറ്റ് പോയതിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ്. 2 ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തുള്ളൂ. ഇഷ്ടംപോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ തങ്ങിയില്ല. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പം ഞാൻ ആക്ച്വലി അവരുടെ വണ്ടിയിലാണ് പോയത്. എസ്തർ ഇവയും കൂടി ഒരുമിച്ചിരിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയിലാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ശരിക്കും ആക്ച്വലി വിൻ്റർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ഓട്ടം ലീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ. ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. എൻ്റെ വേറൊരു വീഡിയോയിൽ കിടക്കുന്നത് പല കളറിലുള്ള ലീവ്സൊക്കെ. ആ സീസൺ കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ഭംഗിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഈ ഓസ്ട്രേലിയയുടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാമല്ലോ. ഞാൻ മാക്സിമം വണ്ടി പതുക്കെ പോയ, ചെറിയ സ്പീഡ് കുറച്ച് പോയ സ്ഥലത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത്. അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകളും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന കുറേ സ്ഥലങ്ങളും. അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു പിറകിലാണെന്ന് തോന്നുന്നു മറ്റേ വണ്ടി വരുന്നത്. നമ്മളിങ്ങനെ അല്ല മുമ്പിൽ പോകുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി.
അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മളെവിടെ നിർത്തണം, നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ നിർത്തും. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ഡേ ഔട്ടായിരുന്നു. ഇപ്പോൾ വാഷ്റൂമിൽ പോകാനായിട്ട് അവിടെ അടുത്തായിട്ടൊരു സ്ഥലത്തായിട്ട് കയറ്റി നിർത്തിയതാണ്. ഇതൊരു പബ്ലിക് പ്ലേസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ്റൂം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോകാമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ നിർത്തിയതാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി ഭയങ്കര ഒരു മനോഹരമാണ് കേട്ടോ. നല്ല പച്ചപ്പും അത് ആ പുല്ലുകളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്ന പോലെ. ഈ പോകുന്ന വഴിയിൽ പല സ്ഥലത്തും ഞാൻ ആക്ച്വലി കുറേ ചെമ്മരിയാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, കാലികൾ മേയുന്നതൊക്കെ. അത് വീഡിയോയിൽ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ വളരെ ചെറുതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ വരുമ്പോൾ അത്രയും കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് വരുമ്പോൾ ഇങ്ങനെ കാണാം, എവിടേക്കോ ഉണ്ട്. ഇന്നത്തെ വെതർ ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്ത അത്ര നല്ല വെതർ അല്ലായിരുന്നു, പക്ഷെ എന്നാലും ഒരു നല്ല സണ്ണി ഡേ ആയിരുന്നു. തണുപ്പുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഓക്കെ ആയിരുന്നു. നമുക്കൊരു കുട്ടികൾക്കാണെങ്കിലും ഒന്ന് പുറത്തൊക്കെ കളിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഉള്ള ആ ട്രിപ്പിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെ ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മാക്സിമം അവർ സംസാരിക്കുന്നു, നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ ടോക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ഡേ ഔട്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുനിന്ന് ക്യാമറയൊക്കെ എടുത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ പിള്ളേരായിട്ടൊന്നും യൂട്യൂബ് വാച്ച് ചെയ്യുന്നൊന്നുമില്ല. ഇതൊക്കെ അവർ നന്നായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്തു, കിട്ടുന്ന സമയത്തിരുന്ന് കളിക്കുന്നു. അങ്ങനെ ജോർജിക്കാണെങ്കിലും ഒത്തിരി വണ്ടി ഓടിക്കാനൊരു അവസരം കിട്ടിയിരുന്നു. നമ്മുടെ വീടുകളൊക്കെ കണ്ടോ. റോട്ടിലധികം അങ്ങോട്ട് തിരക്കും ഇല്ലായിരുന്നു കേട്ടോ, ഈ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം. ഓരോ വീടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്.
ആക്ച്വലി ആ ഒരു ഓട്ടം സീസൺ കഴിഞ്ഞെങ്കിലും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ആ ഒരു പല കളറിലുള്ള ലീവ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കാണാനായിട്ട്.
നമ്മളിങ്ങനെ മോക്കേനെയും കൊണ്ട് നമ്മൾ പാർക്കിൽ ചെന്ന് മോക്കെ അതിലൂടെ ഓടി തിമിർത്ത് കളിച്ചു. അവിടെ മോക്കയും ഇസക്കുട്ടിയൊക്കെ ഓടുന്നതാണ്, ജോക്കുട്ടനും കൂടെ ഒക്കെ ഓടുന്നതാണ്. അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു മിലി വന്നു. ഒരു വല്യമ്മ വന്ന കേട്ടോ മിലിനെയും കൊണ്ട്. പിന്നെ മിലിയും മോക്കയും കൂടെയായി കളി. ഫെമിനാണെങ്കിൽ ആകെ മോക്കയുടെ അടുത്ത് പോലും അഡ്ജസ്റ്റഡ് ആയിട്ടില്ല, കിടന്ന നെലോളിയും കരച്ചിലൊക്കെ ആയിരുന്നു. അന്നേരം നോക്കുമ്പോൾ അതേ പുറകിൽ വേറൊരു പപ്പി. മിലിയാണെങ്കിൽ കുറച്ച് വലുതും കൂടിയാണ്. ഇത് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോക്കേനെ. ഇതിനകത്തെ കൂടെ അല്ലോ, നമുക്കല്ലേ ഇത് ഇവിടെ ഫെൻസ് ഒന്നും അറിയാവുള്ളൂ. പട്ടിക്ക് അതുപോലെ Hello, Mocky Mock. Bad milk. Millie loves children. Oh, and I love puppy dogs. I love this one puppy dog, little baby. What breed is this? Millie's Pomeranian Chihuahua cross. Okay. Rescue, but you know. Oh, look, she's beautiful. Yeah, she gets excited and might run. That's why I put bandage on. Baby Mock. Okay, enjoy. മിലീനെയും കൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേ വരുന്നു വേറെ രണ്ടെണ്ണങ്ങൾ, വേറെ രണ്ട് വല്യമ്മമാർ വന്നു. ഇത് കണ്ടപ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ട്വിൻസായിട്ടിരിക്കുന്ന പപ്പികൾ. പക്ഷേ ഇത് ആക്ച്വലി ട്വിൻസ് അല്ല, വേറെ രണ്ട് പട്ടികളാണെന്ന് പറഞ്ഞു. ഞാൻ മറന്നു കേട്ടോ അതിൻ്റെയൊക്കെ ബ്രീഡ് ഏതാണെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്താണെങ്കിലും മോക്കൊക്കെ അടിച്ച് പൊളിയായിരുന്നു. ഇവരെയൊക്കെ ഇച്ചിരി പേടിയായിരുന്നു, കാരണം ഇത് ഇച്ചിരി വലുതായത് കാരണം. ഈ നമ്മുടെ ഈ ചാനലിൽ ഓർമ്മയിലെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒത്തിരി, എനിക്കൊന്ന് 10-13 വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പപ്പികളാണ്. പട്ടികൾ ചെറുപ്പത്തിൽ എന്നെ നാട്ടിലിട്ട് ഓടിച്ചിട്ട് കടിച്ച പട്ടികളുടെ കുറേ കഥകളുണ്ട്. എന്നെ പട്ടി ഓടിച്ച് ഞാൻ ഈ കല്ല് വെട്ടുന്ന കുഴിയിൽ വീണു, പട്ടി എൻ്റെ പുറകെ ഓടി എന്നെ ഓടിച്ചിട്ട് കടിച്ചു. അങ്ങനെ എനിക്കിതിനോടൊരു വെറുപ്പും ഭയവും എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എനിവേ ദൈവകൃപയാൽ ഇപ്പം അതെല്ലാം മാറി. എന്നിരുന്നാലും കാരണം മോക്കയൊക്കെ നമ്മളോട് നല്ല ഒരു ഫ്രണ്ട്ലിയാണ്. മോക്ക എങ്ങനെ പുതിയ കൂട്ടുകാരുടെ അടുത്തെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടി കളിച്ച് തിമിർത്ത് നമ്മൾ കുറച്ച് നേരം അങ്ങനെ പാർക്കിൽ ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. കാല് You hear that? That's the sound of dirt bike. Yeah. Thank you, Mama.
അങ്ങനെ നമ്മൾ മസിഡോൺ കമ്മ്യൂണിറ്റി പാർക്കിലെത്തി. അതൊരു നല്ല വിശാലമായ ഒരു പാർക്കാണ്. അപ്പം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നപ്പോൾ നമുക്കിഷ്ടപ്പെട്ട വീഡിയോസ് കുറച്ചൊക്കെ എടുത്താണ് കേട്ടോ. ഒരൊറ്റ മരമാണ്, എന്ത് വലിയ ശാഖകളാണെന്ന് നോക്കിയേ, കുറേ ഇല ഇങ്ങനെ പൊഴിഞ്ഞ് നിൽപ്പുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ പോയി വീഡിയോ എടുത്തായിരുന്നെങ്കിൽ നല്ല ഡിഫറെൻറ്റ് കളറിൽ ഇലകൾ നിൽക്കുന്നത് കിട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ഒരു ബ്യൂട്ടിഫുൾ വെതറായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. മഴയൊന്നും ഇല്ലായിരുന്നു, പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു മഴ ഉണ്ടാവുമെന്ന്, പക്ഷേ എന്നിരുന്നാലും മഴ ഉണ്ടായില്ല. കുട്ടികളൊക്കെ കളിച്ചു. അവർക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് റോപ്പിലൂടെ എസ്തേറും ഇവയും കഷ്ടപ്പെട്ട് ക്ലൈംബ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരമാണ് ഇസക്കുട്ടി ഞാനും ഉണ്ട് പുറകെ എന്നുള്ള രീതിയിൽ പാവം കയറാൻ ശ്രമിക്കുന്നു. എനിവേ പിള്ളേർ നന്നായി എൻജോയ് ചെയ്തു അവരുടെ കൊച്ചു കളികളിലൂടെ. പിന്നെ അവിടെ അടുത്തായിട്ട് ഒരു മേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലത്തെ വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പടത്തിലൊക്കെ വരയ്ക്കുന്ന പോലെ ഇവരിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെ അവർ അതിലൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അവരുടെ സമയം അവർ മാക്സിമം യൂസ് ചെയ്തു. അവിടെ സ്വിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളും പഴയ വണ്ടികളും ഒക്കെ അതിലൊക്കെ അവർ കയറി ഇറങ്ങി.
അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഊഞ്ഞാല കണ്ടപ്പോൾ എനിക്കത് കയറിയിരിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ജോക്കുട്ടൻ വന്ന് എൻ്റെ വീഡിയോ എടുത്തു. എനിവേ അവിടെ കുറച്ച് ഇതുപോലെ കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇസക്കുട്ടി അതിൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് മോക്കയും കൊണ്ട് എൻജോയ് ചെയ്തു. ഒക്കെ ഇങ്ങനെ ലീഷിട്ട കാരണം നമുക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിപ്പോകില്ല. നമുക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. അവൾ വണ്ടിയിലിരുന്നുള്ള യാത്ര എത്ര ഞങ്ങൾ എൻജോയ് ചെയ്തില്ല. എന്നിരുന്നാലും പുറത്തൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരി ഓടി നടന്നു. പാർക്കിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. പിന്നെ പാർക്കിലെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അങ്ങ് ക്ഷീണം വന്നിട്ട് പിന്നെ വണ്ടി കിടന്ന് അങ്ങ് ഉറങ്ങി. രണ്ടുപേരും എസ്തേറും മോക്കയും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി കുറേ നേരം. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു പുറത്തുനിന്ന്. അതൊക്കെ നമ്മൾ അവിടെ വെച്ചാണ് ആക്ച്വലി കഴിച്ചതൊക്കെ കേട്ടോ. എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഒത്തിരി ലോങ്ങായി. പക്ഷേ നിങ്ങളിത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എഡിറ്റ് ചെയ്തു എടുത്തു ഇട്ടതാണ്. എന്നിരുന്നാലും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഒരു അവധി ദിവസം. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ പാർക്കിൽ നിന്ന് പോരുന്ന വഴിക്കൊരു ചർച്ച്, നല്ല രസം തോന്നി. മൊത്തം ഒരു കരിങ്കല്ലേൽ ഉണ്ടാക്കിയ ഒരു ചർച്ച്. അത് ഓപ്പണായിരുന്നു. ഉള്ളിൽ പോയി കയറണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഒരു സമയത്തിൻ്റെ പരിധി ഓർത്ത് ഞാൻ അകത്ത് കയറിയില്ല. നമ്മളങ്ങനെ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തു. ഈ ചർച്ചിൻ്റെ തന്നെയായിരിക്കും ചാപ്പൽ ചർച്ച് പോലെ അപ്പുറം ഇപ്പുറമൊക്കെ ഇതുപോലെ തന്നെ ഷേപ്പിൽ ചെറിയ ചർച്ചകളും ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയത് കാരണം ഞാൻ എടുത്തതാണ് കേട്ടോ. ഒത്തിരി ഓൾഡായ ഒരു ചർച്ചാണ്. ഇപ്പം ഇങ്ങനെ പുതിയ ചർച്ചുകളൊന്നും അധികം ആരും പണിയുന്നില്ല. പഴയ ചർച്ചുകളൊക്കെ തന്നെ വിൽക്കാനിട്ടേക്കുവാണ് അവിടെയൊക്കെ നോക്കുമ്പം. സങ്കടം വരും ചിലതൊക്കെ കാണുമ്പം. എനിവേ അതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു.
അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് നമ്മുടെ അടുത്ത സ്റ്റേഷനിൽ നിർത്തി. അന്നേരം മിസ്സക്കുട്ടി മോക്കേനെയും പാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണത്. അങ്ങനെ നമ്മൾ അവസാനം ആക്ച്വലി ഈവനിങ്ങിൽ ഒരു കാപ്പി കുടിയും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പിരിഞ്ഞു. അവരോട് നമ്മൾ ബൈ പറഞ്ഞു. അവർക്ക് ഇവിടെ അടുത്താണ് അവരുടെ വീട്ടിട്ട് പോണ വഴി. നമ്മളിനി അടുത്ത പ്രാവശ്യം കാണാം എന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് യാത്രയായി. നമ്മൾ അവധി കിട്ടുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ മീറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കാറുള്ള ഒരു നല്ലൊരു നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ തനിയെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ജോക്കുട്ടൻ തന്നെ വണ്ടി ഓടിക്കുന്നു. പാവം നമ്മുടെ എസ്തർ ഉറങ്ങിപ്പോയി. മോക്കയും കൂടെ നല്ല ഉറക്കമാണ്. നമുക്കിവിടെ നിന്നൊരു 1 hour കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഒരു ഹെഡ് റെസ്റ്റൊക്കെ താത്തിയിട്ട് നല്ല മയക്കത്തിലാണ്. നൈറ്റായ സമയത്ത് നമ്മൾ അങ്ങനെ ഫ്രീവേ കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഞാൻ ആക്ച്വലി നൈറ്റ് ടൈമിൽ സിറ്റിയിൽ ലൈറ്റൊക്കെ ഒന്ന് എടുക്കണമെന്ന് ഓർത്താണ്. പക്ഷെ ഞാനും അങ്ങ് വിട്ടുപോയത്. നമ്മൾ സിറ്റി ക്രോസ് ചെയ്തങ്ങ് പോകുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തി. നമ്മുടെ ലൈറ്റൊക്കെ ഓൾറെഡി ഓണാണ്. കാരണം നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റുകളാണ്. പിന്നെ സ്മാർട്ട് ലൈറ്റ്സ് ആണ്. അത് കാരണം പിന്നെ അതൊക്കെ അങ്ങ് ഓൺ ആയിക്കോളും. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഈ വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ഒത്തിരി നേരം ഈ സ്റ്റിക്കും പിടിച്ചുകൊണ്ടാണ് എടുത്ത വീഡിയോ ആണ്. ഇനിയും വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ഇതിനെ കണ്ട് സഹകരിക്കണം. വളരെ കുറച്ചാണ് ആക്ച്വലി ഞാനിവിടെ വീഡിയോസ് പോവാറുള്ളൂ. ഷോർട്സ് പിന്നെ ആളുകൾ കാണാറുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. അല്ലെങ്കിൽ നാളെ തന്നെ കാണാം ചായ വിത്ത് മായിലൂടെ. താങ്ക് യു സോ മച്ച്.